കുറച്ചു കാലം മുൻപ് ലാലേട്ടൻ ഏറെ പഴി കേട്ടിരുന്ന ഒരു കാര്യമാണ് അദ്ദേഹത്തിന്റെ ഫിലിം സെലക്ഷൻ. തിയേറ്റർ ഇളക്കി മറിക്കാത്ത സിനിമകൾ, പ്രതീക്ഷയോടെ വന്ന് ആ പ്രതീക്ഷകൾക്കൊത്തുയരാത്ത സിനിമകൾ മോഹൻലാൽ ആരാധകർക്ക് വലിയ നിരാശയാണ് സമ്മാനിച്ചിട്ടുള്ളത്. എന്നാൽ 2025 ആയപ്പോഴേക്കും ലാലേട്ടന്റെ വമ്പൻ ബോക്സ് ഓഫീസ് കംബാക്കും നമ്മൾ കണ്ടതാണ്. 200 കോടി ക്ലബിൽ കയറിയ 2 സിനിമകളാണ് നമ്മൾ കണ്ടത്, എമ്പുരാൻ, തുടരും എന്നിവ. 2025 മുതലുള്ള കാലയളവിൽ 800 കോടിയോളമാണ് മോഹൻലാൽ ഒറ്റയ്ക്ക് സ്വന്തം തോളിൽ ചുമന്ന് മലയാള സിനിമാ മേഖലയിലേക്ക് ഒഴുക്കിയത്. താരത്തിന്റെ ഇനി വരാനിരിക്കുന്ന സിനിമകളും വളരെ പ്രതീക്ഷയുള്ളവയാണ്. ഓൾറെഡി പ്രീ പ്രൊഡക്ഷൻ വർക്കുകളിലേക്ക് കടന്നവയും അനൗൺസ് ചെയ്തതുമൊക്കെയായിട്ടുള്ള സിനിമകളിൽ വളരെ ആന്റിസിപ്പേറ്റഡ് ആയിട്ടുള്ളവയുണ്ട്. തുടരുമിന് ശേഷമുള്ള തരുൺമൂർത്തി മോഹൻലാൽ ചിത്രം അതിമനോഹരത്തിന്റെ ഷൂട്ടിംഗ് ഇപ്പോൾ പുരോഗമിച്ചു വരികയാണ്. സിനിമ ഈ വർഷം തന്നെ എത്തുമെന്ന് അതിമനോഹരം ടീം അറിയിക്കുകയും ചെയ്തു. ദിലീഷ് പോത്തനൊപ്പമുള്ള സിനിമ നെടുങ്കണ്ടം മിറക്കിളിന്റെ അനൗൺസ്മെന്റും അടുത്തിടെ വലിയ ആവേശമാണ് സിനിമാ ലോകത്തിന് നൽകിയത്. ഇപ്പോൾ ഷാഹി കബീർ തന്റെ പുതിയ പ്രോജക്റ്റിനെ കുറിച്ച് പറയുന്നതാണ് സിനിമാ ചർച്ചകളിൽ ഇടം പിടിക്കുന്നത്. ലാലേട്ടനുമായി ഒരു സിനിമ ചെയ്യാനൊരുങ്ങുന്നതിന്റെ സാധ്യതയെക്കുറിച്ചാണ് ഷാഹി കബീർ പറഞ്ഞത്. പാട്രിയേറ്റിന്റെ സെറ്റിൽ വെച്ച് ഷാഹി ലാലേട്ടനോട് ഒരു കഥയുടെ ഐഡിയ പറഞ്ഞിരുന്നത്രേ. ലാലേട്ടൻ അതൊരു കഥയായി ഫോം ചെയ്തു പറയാൻ ഷാഹി കബീറിനോട് ആവശ്യപ്പെട്ടു എന്നതാണ് ഇപ്പോൾ അദ്ദേഹം വെളിപ്പെടുത്തുന്നത്. അതിന്റെ പണിപ്പുരയിലാണ് ഇപ്പോൾ ഈ തിരക്കഥാകൃത്ത്. വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടാണ് ലാലേട്ടനോട് കഥ പറഞ്ഞത്. അതുകൊണ്ട് സ്ട്രെയിറ്റ് ആയി ഒന്ന് എഴുതി തരാമോ എന്നായിരുന്നു ലാലേട്ടന്റെ ആവശ്യം. ഈ കഥ റിജക്റ്റ് ചെയ്യപ്പെടരുത് എന്നുള്ള ആഗ്രഹത്തിൽ എഴുതുകയാണെന്നും ഉടൻ തന്നെ അത് മോഹൻലാലിനോട് പ്രസന്റ് ചെയ്യുമെന്നും ഷാഹി പറയുന്നുണ്ട്. ഇങ്ങനെയൊരു സിനിമ സംഭവിച്ചാൽ അത് ഒരു നല്ല പ്രൊജക്റ്റ് ആയിരിക്കുമെന്നതിൽ സംശയമൊന്നുമില്ല. കാരണം ഷാഹി അത്രയും പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു റൈറ്ററാണ്. ജോസഫ്, ഓഫീസർ ഓൺ ഡ്യൂട്ടി, നായാട്ട് തുടങ്ങിയ ചിത്രങ്ങൾക്ക് തിരക്കഥ എഴുതിയ ഷാഹി കബീർ ഇലവീഴ പൂഞ്ചിറ, റോന്ത് തുടങ്ങിയ സിനിമകൾ സംവിധാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഷാഹി കബീർ തിരക്കഥ എഴുതുന്ന ഏറ്റവും പുതിയ ചിത്രം ഉന്മാദം ജൂലൈ 31 തിയേറ്ററുകളിലെത്താൻ ഒരുങ്ങുകയാണ്. കിരൺ ദാസ് സംവിധാനം ചെയ്യുന്ന ഉന്മാദത്തിൽ കുഞ്ചാക്കോ ബോബനാണ് നായക വേഷത്തിലെത്തുന്നത്. ഏതായാലും ഈ സമയത്ത് മോഹൻലാലുമൊത്തുള്ള ഒരു പ്രൊജക്റ്റ് വരാനുള്ള സാധ്യതയെക്കുറിച്ച് ഷാഹി സൂചിപ്പിച്ചത് വലിയ ആവേശം തന്നെയാണ് മോഹൻലാൽ ആരാധകർക്കും സിനിമാ പ്രേമികൾക്കും സമ്മാനിക്കുന്നത്. കൂടുതൽ സിനിമാ വിശേഷങ്ങളുമായി വീണ്ടും വരാം. ബൈ.